അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تقوم الساعة حتى تظهر الفتن ويكثر الكذب وتتقارب الأسواق ويتقارب الزمان ويكثر الحرج. قلت وما الحرج؟ قال القتل. رواه البخاري ومسلم وأحمد رحمة الله عليهم. പ്രിയ സഹോദരങ്ങളെ, എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ്. അന്ത്യദിനം, ഖിയാമത്ത് നാൾ, ലോകാന്ത്യം, ഖുർആനിലും ഹദീസിലുമായി നിരവധി സ്ഥലങ്ങളിലും ഇടങ്ങളിലുമായി അസ്സാഅ എന്നും യൗമുൽ ഖിയാമ എന്നും പറഞ്ഞ ഈ ദിവസത്തെ സംബന്ധിച്ച് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ലുഖ്മാൻ അവസാനത്തെ ആയത്തിൽ 5 കാര്യങ്ങളെ അദൃശ്യമായി വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വ യുനസ്സിലുൽ ഗൈഥ വ യഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്ത് എന്ന് പറഞ്ഞതിൽ ആദ്യം എണ്ണിയത് അസ്സാഅ എന്നാണ്. അന്ത്യദിനം അതെപ്പോൾ സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യം. എന്നാൽ അത് എന്തിന് അള്ളാഹു ഗോപ്യമാക്കി വെച്ചു? പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 15-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അനസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. തീർച്ചയായും ഖിയാമത്ത് നാൾ, ലോകാന്ത്യം വരിക തന്നെ ചെയ്യും. നാം അത് ഗോപ്യമാക്കി വെച്ചിട്ടുള്ളത് ഓരോ ആളുകൾക്കും അവനവൻ്റെ കർമ്മത്തിൻ്റെ ഫലം പൂർണ്ണമായി നൽകുന്നതാണ്. അതിനു മുമ്പ്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ചെറുതും വലുതുമായി പല അടയാളങ്ങളും ഖുർആനിലും ഹദീസിലും വ്യക്തമായി നമ്മെ അധ്യാപനം നൽകുന്നതായി കാണാൻ കഴിയും. അതിൽ 5 എണ്ണമാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരുന്നത്. ഒരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഓരോ കാര്യങ്ങളും നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാകുന്ന രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ലാ തഖൂമുസ് സാഅ എന്ന് വളരെ കേൾക്കുന്ന ആളുടെ ജിജ്ഞാസയെ തൊട്ടുണർത്തുന്ന രൂപത്തിലുള്ള സമീപനമാണ് ഈ അധ്യാപനത്തിൽ റസൂലുള്ളാഹി നിർവഹിച്ചത് എന്നുള്ളതും സവിശേഷമാണ്. ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ, വരെ. ഏതുവരെ? തദ്ഹറുൽ ഫിതനു, കുഴപ്പം വർദ്ധിക്കുന്നത് വരെ. ഇന്ന് കുഴപ്പത്തിൻ്റെ ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പങ്ങളിൽ ഏതാണ് ഇനി ലോകത്ത് ഉണ്ടാവേണ്ടത് എന്ന് മാത്രം ഗവേഷണം നടത്തി പുതിയ കുഴപ്പങ്ങളെ കൊണ്ടുവരിക അല്ലാതെ നിലവിലുള്ള ഒരു കുഴപ്പത്തിനും ഒരറുതിയും ഇല്ലാത്ത വിധം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് എന്ന് ശ്രദ്ധേയമാണ്. രണ്ടാമത് പറഞ്ഞു വയക്സുറുൽ കദിബു, കളവ് വ്യാപിക്കുക. അത് മനുഷ്യരിൽ മാത്രം കണ്ടുവരുന്നൊരു ശീലമാണ്, മൃഗങ്ങളിൽ ഒട്ടും ഇല്ലാത്തതുമാണ്. കാരണം അള്ളാഹു ചോദിച്ചതുപോലെ അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വഷഫത്തൈൻ, നാം 2 കണ്ണുകളും ഒരു നാവും 2 ചുണ്ടുകളും നൽകി എന്നുള്ളതാണ്. ഇല്ലേ എന്ന് പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാവെങ്ങാനും 2 നൽകിയിരുന്നെങ്കിൽ കരിമൂർക്കനേക്കാൾ, രാജവെമ്പാലയേക്കാൾ കൂടുതൽ വിഷം നമ്മുടെ നാവിൽ നിന്ന് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അത് വർദ്ധിക്കുകയും ചെയ്യും. പല്ലും നാവും ഉപയോഗിച്ചുള്ള മുറിവുകൾ മാറാത്ത പല ആളുകളും നമ്മുടെ ധ്വംസനമേറ്റ് നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഈ പരിശുദ്ധ റമദാനിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ചിലരൊക്കെ അവനവൻ്റെ പരലോകം ആലോചിച്ച് അത് പൊറുക്കുമെങ്കിൽ പോലും ചിലതൊക്കെ ഒരിക്കലും മറക്കാത്ത മുറിപ്പാടുകളായി അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനപ്പുറമാണ് നിരുപാധികമായി കളവ് പറയുക എന്നുള്ളത്. അത് മതത്തിൻ്റെ പേരിലായിരുന്നാലും, രാഷ്ട്രീയമായിരുന്നാലും, സാമൂഹികമായിരുന്നാലും, കുടുംബപരമായിരുന്നാലും, വ്യക്തിപരമായിരുന്നാലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അന്ത്യദിനം തന്നെയാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വതതഖാറബൽ അസ്വാഖു, കച്ചവട സ്ഥാപനങ്ങൾ എന്നല്ല പറഞ്ഞു, അങ്ങാടികൾ, മാർക്കറ്റുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒറ്റയും തെറ്റയുമായ ആഴ്ചച്ചന്തകളിൽ നിന്ന് ചെറിയ ചെറിയ കടകളിലേക്കും പിന്നീട് ചെറിയ പെട്ടിക്കടകളിലേക്കും മാറിയ ഇന്ന് അത് ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും മോളുകളും വലിയ വലിയ വ്യാപാര സമുച്ചയങ്ങളുമായി അമ്പരചുംബികളായി തല ഉയർത്തി നിൽക്കുമ്പോൾ ആണും പെണ്ണുമായവർ ആവശ്യം ഉള്ളതും ഇല്ലാത്തതും കണ്ണിൽ കണ്ടതും കാതിൽ കേട്ടതുമായത് കയ്യിൽ തട്ടുമ്പോൾ വാരി കൊട്ടയിലിട്ട് കീശയിലുള്ള കാശ്
പൂർണ്ണമായും തീർന്ന് വീട്ടിലേക്ക് നിരാശയോടുകൂടി മടങ്ങുന്ന സമുച്ചയങ്ങൾ ഏറുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വയതഖാറബ സമാൻ, കാലഘട്ടം ഏറുക. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലകളിൽ തുടങ്ങിയ റമദാൻ നാളെ അവസാനിക്കുന്നു എന്നുള്ളത്. എത്ര പെട്ടെന്നാണ് വന്നത്, എത്ര പെട്ടെന്നാണ് അവസാനിക്കുന്നത്. വയക്സുറുൽ ഹറജു വ്യാപനം ചെയ്യും. അതുവരെ കേട്ട് 5.5 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴല് പോലെ ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഖുൽതു വമാ അൽ ഹറജു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഹറജ് എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖതലു, കൊലപാതകമാണ്. എങ്ങനെ ഒരാളെ കൊല്ലാം, തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാം, ആസൂത്രിതമായി എങ്ങനെ മറ്റൊരാളുടെ ജീവൻ ഇല്ലാതെയാക്കാം, ഏതെല്ലാം രൂപങ്ങളിൽ കൂടി, ഏതെല്ലാം വെർഷനുകളിൽ കൂടി, ഏതെല്ലാം വൈബുകളായി ഇന്ന് കൊലപാതകം നടത്താം എന്നുള്ളതാണ് ആധുനിക ലോകത്തെ യുവസമൂഹം പോലും കണ്ടുപിടിക്കുന്നത് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു സംഭവ വികാസത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയും നീതിയും സത്യവും പുലരുന്ന നന്മയുടെ നാളുകൾ വരാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുകയും ഇളം തലമുറകൾക്ക് ദിശാബോധം നൽകി അല്ലാഹു അനുഗ്രഹിക്കുകയും എല്ലാവിധ ദുരാചാരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക സമൂഹത്തിന് വഴി കാണിക്കുകയും ചെയ്യട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.